ഒരു മഴ പെയ്തെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തിന് ജീവനേകാൻ ഒരു തുള്ളി ജലം മതി. നിർജീവമായ ഹൃദയങ്ങൾക്ക് തുടിപ്പേകാനായി മനസ്സിലെ മാലിന്യങ്ങൾ കഴുകി വെളുപ്പിക്കാൻ ഒരു കുളിർമഴയായി ഈ നാടകം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പെയ്തിറങ്ങട്ടെ. ഒരു മഴ പെയ്തെങ്കിൽ 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 മനഗുണമുടയവനരുളാൻ വാനവർ മഹിമയുടെത്തിയ നെഞ്ഞുടനെ ഇതത്തിലെ മർദ്ദെല്ലാം നിറുക്കിട്ടും അതിനൊരു പേരത്തിൽ മംഗളമായവർ ഉകയിച്ച് ഇതത്തിലെ കൊണ്ടവനൊരു ഞൊട്ടിയലവാൻ ചെന്നറിയിച്ചവൻ ചിന്നമലക്ക് ഇതത്തിലെ കരുണയൊട്ടിത്തു വഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും മന സുതപരിച്ച് ഇതത്തിലെ നലമുടുക്കലോ കിന്നരമഴകൾ നന്ദുരിയും കടപ്പലതരമി നന്മവരും മകപലമൊഴിയെ സുഖ നന്നായി മറന്നുകൾ പുറമ്പേത്
കൊച്ചുവരിതേട്ടോ. ആ അച്ഛനോ? ആ കൊച്ചുവരിതേട്ടാ, ഈ വിവാഹമൊക്കെ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാ? 20 വർഷക്കാലം നെഞ്ചിലെ സ്നേഹം മുഴുവൻ കൊടുത്ത് വരിതേട്ടൻ റോസയെ വളർത്തി. ഇപ്പോ വരിതേട്ടന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷവും സംതൃപ്തിയുണ്ടല്ലോ, ഒരിടത്തുനിന്നും വാങ്ങാൻ കിട്ടത്തില്ല. ദൈവം വരിതേട്ടന് നൽകിയ 3 പെൺമക്കളെയും അമ്മയില്ലാഞ്ഞിട്ടും വരിതേട്ടൻ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. ചോര നീരാക്കി മണ്ണിനോട് മല്ലിട്ട് ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാനായില്ല. ഇനി താഴെ 2 പെൺമക്കളാ. അവരുടെ വിദ്യാഭ്യാസം, കല്യാണം. എന്റെ പുണ്യാളാ, നീ വറീതിന് പണിയെടുക്കാനുള്ള ആരോഗ്യം മാത്രം തന്നാൽ മതി. എന്റെ വരിതേട്ടാ, വരിതേട്ടന്റെ വിയർപ്പും കണ്ണീരും ഒക്കെ ദൈവം കാണുന്നുണ്ട്. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഏലിക്കുട്ടി അമ്മച്ചി ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, പണ്ട് എന്റെ മത്തായിച്ചന്റെ കൈ പിടിച്ച് ഈ ഹൈറേഞ്ച് കയറുമ്പോ എനിക്ക് വയസ്സ് 18. ഒരു ദിവസം പറമ്പിലെ പണി കഴിഞ്ഞു വന്നപ്പോ മത്തായിച്ചന്റെ കയ്യില് ദേ ഈ വലുപ്പത്തിലൊരു സാധനം. എന്താത്? കണ്ടാ പൂച്ചയെ പോലെ ഇരിക്കും. ദേ ഈ മുഴുപ്പുണ്ട് കൈക്കും കാലിനും. കോക്കാമ്പൂച്ച. എന്തിനാണെന്നറിയാവോ അതിനെ തല്ലിക്കൊന്ന് ചാക്കിലാക്കി കൊണ്ടുവന്നത്? വറുത്ത് നല്ല മുളകരച്ച് കറി വെച്ച് കഴിച്ചാലേ ആയുസ് കൂടും. പക്ഷെ കോക്കാമ്പൂച്ചയുടെ ഗുണം മുഴുവൻ കിട്ടിയത് എനിക്കാ. എന്റെ വെല്ലുമിച്ചിയെ ഒന്ന് നിർത്ത്. അച്ചോ, ആദ്യമൊക്കെ ഞാൻ വെല്ലുമിച്ചിയുടെ കഥകൾ എല്ലാം എണ്ണി എണ്ണി വെക്കായിരുന്നു. പിന്നങ്ങോട്ട് എത്രയെന്ന് വെച്ച എണ്ണ. എന്തായാലും കോക്കാമ്പൂച്ചയുടെ വലിപ്പം ഓരോ തവണ കൂടിക്കൂടി വരുന്നുണ്ട്. ഈ പെണ്ണിനെ ഞാൻ ദേ ഈ വയസ്സാങ്കാലത്ത് വെല്ലുമിച്ചി നോക്കാൻ ഞാനേ ഉള്ളൂ, അത് മറക്കണ്ട. അന്നമോളും ഇടുക്കിയ മിടുമിടുക്കി. ആ അച്ഛാ, അകത്തേക്ക് ഇരുന്നാട്ടെ, അത്താഴം കഴിക്കാം. വരിതേട്ടാ, എനിക്കൊരു സാധനം വേണം. ശിവോ, ഇപ്പൊ തന്നെ നീ 4 കാലിലാണല്ലോ. വരിതേട്ടന് തോന്നണതാ. 3.5 ആയിട്ടുള്ളോ, 2 കൂടി കിട്ടിയ കറക്റ്റാവും. അപ്പം 4 കാലാവും. കള്ളു കുടിച്ച 4 കാലി നല്ല പഴഞ്ചൊല്ല്. ഞാനായിട്ട് തെറ്റിക്കണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഷിബു, ആ സത്യക്രിസ്ത്യാനി എന്ന് പേരില് മാത്രല്ല ജീവിച്ച് കാണിക്കണ ആളാ നമ്മടെ വറീതേട്ടൻ. വറീതേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് നീ 4 കാലിലായത് തന്നെ. എന്റെ ജോസേട്ടാ, എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ലെങ്കിലും ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെള്ളം മാജിക്കിലൂടെ വീഞ്ഞാക്കി കുടിയന്മാരുടെ കണ്ണീരൊപ്പിയവനാ ഈശോ. എന്റെ ബ്രോ, എന്റെ ചങ്ക് ബ്രോ. വറീതേട്ടാ, ഇത് നമുക്ക് കാനായിലെ കല്യാണം വിടാക്കണ്ട. വേണ്ട. മോനെ ഷിബു, എന്താടാ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗം? ഓ, അച്ഛവിടെ ഉണ്ടായിരുന്ന ഈ ജോസേട്ടനും വറീതേട്ടനും കുറച്ച് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചതാ, അത്രല്ലോ. എടാ ഷിബു, കാനായിൽ ഈശോ എമ്മച്ചും ഓസിയാറും ഒന്നും അല്ല ഉണ്ടാക്കിയത്. വീഞ്ഞ, നല്ല 1-ാം തരം വീഞ്ഞ്. വചനം അത് ജീവനുള്ളതാടാ, ദുർവ്യാഖ്യാനിക്കാനുള്ളതല്ല. എന്താ വരീതേട്ടാ? ജോസ് അച്ഛനെ മേട വരെ കൊണ്ടാക്കും. വേണ്ട വരീതേട്ടാ, ഈ സെബാസ്റ്റ്യൻ അച്ഛന് തോപ്രാങ്കുടി ജോസിനേക്കാൾ കരുത്തനായ ഒരാളുടെ സംരക്ഷണമുണ്ട്. ആരുടെ? കർത്താവിന്റെ. വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ ശിവനരികിൽ ഓടിയെത്തും അച്ഛൻ. ഓക്കെ അച്ഛാ. അച്ഛോ, ആ ധൈര്യമായിട്ട് പൊക്കോട്ടോ. ഈ തോപ്രാങ്കുടി ജോസ് ഇവിടെ ഉള്ളപ്പോ കള്ളന്മാര് അച്ഛന്റെ 7 അയലത്ത് പോലും വരില്ല. ആ അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ആ ഇടഞ്ഞു വരുന്ന കാട്ടാനക്കൊമ്പനെ ചൂണ്ടുവിരലിൽ നിർത്തുന്നവനാ ഈ ജോസ്, തോപ്രാങ്കുടി ജോസ്. ചേട്ടാ, ജോസേട്ടാ, ചേട്ടാ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ്.
ആ ചൂണ്ടുവരലൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ആ ചേട്ടന്റെ വീട്ടില് കള്ളം കയറിയില്ലേ, അതിന്റെ പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ടായി. ഷിബു, അപ്പൊ ചൂണ്ടുവരലൊടിഞ്ഞ. ദൈവമേ ക്ഷമ തരണേ. ഇനിയുള്ള കാലം ഇവനെ കൊന്ന് ജയിലിൽ കിടക്കാനാണോ എന്റെ വിധി? എടാ ചെക്ക ഷിബു, കണ്ണൂര് തറവാടും വിയൂര് ഭാര്യ വീടും പോലെയാ ഈ ജോസിന്. നിനക്കറിയോ? അമ്മണി, അമ്മണി ഇങ്ങോട്ട് പോരെ. അമ്മണി, ഈ പശുവിനെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മണി ഇങ്ങോട്ട് പോരെ. നിനക്ക് ഇനി ഒരു തുള്ളി വെള്ളം എന്റെ കയ്യിൽ കിട്ടില്ല, നീ നോക്കിക്കോ. അമ്മണി, തോറ്റിതൊന്ന് മാറ്റി കെട്ടി ആ ചാണകവും മൂത്രവും ഒന്ന് കഴുകി വൃത്തിയാക്കി മര്യാദക്ക് കിടന്നോട്ടെന്ന് കരുതിയപ്പോ അതിന്റെ ഒരു അഹങ്കാരം. ഇതിനൊരു മൂക്ക് കയറിടാൻ പറഞ്ഞ അപ്പൻ അതും കേക്കില്ല. അമ്മണി നീ വരുന്നുണ്ടോ? എനിക്ക് വയ്യ, നീ നിന്റെ പണിക്ക് പോ. എന്താ തന്നെ രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ. ഗോമാതാവിനോടാ നിന്റെ കളി. സ്വന്തമായി ID കാർഡുള്ള മൃഗം, സഞ്ചരിക്കാൻ ആംബുലൻസ്, 5 സ്റ്റാർ സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ, വാദിക്കാനും സംരക്ഷിക്കാനും അനേകം പേർ. ഹേ ഗോമാതാവേ, നിന്റെ സ്ഥാനം മനുഷ്യനേക്കാൾ മുകളിൽ, മനുഷ്യത്വത്തെക്കാൾ മുകളിൽ, അതുക്കും മേലെ. ഓ എന്റെ കവി, ഒന്ന് മിണ്ടാതിരിക്കി. ഇതിലും ഭേദം ആ പശുവിനോട് മല്ലിടുന്നതാ. അപ്പാ, അപ്പാ, ദേ രവിയേട്ടൻ. രവിയേ, ഞാൻ നിന്നെ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു. നീയേ അങ്ങാടി പോയേച്ചു വരുമ്പം ഇച്ചിര പുകല മേടിച്ചോണ്ട് വരുമോ? ദേ, ഈ 10 രൂപ പിടിച്ചോ. എന്റെ പൊന്നു വെല്ലുമിച്ചേ, ഞാനില്ല. ഇപ്പൊ അങ്ങോട്ട് പോയ കാന്താരിയില്ലേ, എന്നെ നടു റോട്ടിലിട്ട് പൊരിച്ചതാ. അത് ഞാൻ മറന്നിട്ടില്ല, എനിക്ക് പറ്റില്ല. ആ രവിയോ, റോസയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നിന്നെ ഇന്നാ ഈ വഴിക്ക് കാണുന്നേ. അല്ല, വറുതേട്ടൻ എന്താ വരാൻ പറഞ്ഞേ? വല്യമ്മച്ചിയുടെ പെൻഷൻ കിട്ടിയിട്ട് കുറെ നാളായി. പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പേപ്പർ ഒന്ന് ശരിയാക്കി തരാനാ. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണം. നിശബ്ദത ഒരുപക്ഷെ വരും തലമുറയെ തന്നെ നശിപ്പിക്കാം. എന്റെ അല്ല, എന്താ ഇവിടെ ഒരു ബഹളം കേക്കണ? അതെ, നമ്മുടെ രവി ഒരു കവിത പാടിയതാ. എന്റെ റബ്ബ്, ഇതാണ് ആ കവിത. നമ്മുടെ നാട്ടില് കവിത ഇങ്ങനെയൊന്നല്ലാത്ത. ഉന്തല്ലേ തള്ളല്ലേ വന്തല് പൊളിഞ്ഞാടും, numbra വന്തല് പൊളിഞ്ഞാടും, numbra വന്തല് പൊളിഞ്ഞാടും. ആ പരിതേട്ടാ, നാളെ മരം മുറിക്കാൻ ആള് വരും. ഇതാ ബാക്കി കായി. അതിന് കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ പണം മുഴുവൻ തന്നതല്ലേ? അത് ഇങ്ങള് സാരാക്കണ്ട പരിതച്ച. ഇങ്ങളിത് വാങ്ങ്, ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ. വാങ്ങുന്ന്. ഉണ്ടല്ലേ തള്ളല്ലേ വന്തല് പൊളിഞ്ഞാടും, നമ്മുടെ വന്തല് പൊളിഞ്ഞാടും. മോനെ രവി, ഇങ്ങനെ കവിത പാടാം. വെറുതേട്ടാ, ആ രവിയേട്ടനും കോയക്കൊക്കെ ഉണ്ടല്ലോ. പന്തലിന്റെയും ഭക്ഷണത്തിന്റെയും കണക്കൊക്കെ തീർത്തിട്ടുണ്ട്. എന്നാ ബാക്കി സതീശൻ, വറീദ്, കോയ, നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞവനും, നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നവനും, നെറ്റിയിൽ നിസ്കാര തൈമ്പുള്ളവനും. ഇതാണ് മതസൗഹാർദ്ദം. ഇവിടെയാണ് മതേതരത്വം. ആട്ടങ്ങോ തിങ്ങിയിരുന്നോളണം. ഞാനൊന്ന് ഫിറ്റായ ലൂസാവും. ഒരു മുണ്ട് മോഹൻലാല് MCR വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. മര്യാദ അല്ലെങ്കിൽ ഞാൻ അയച്ച് തലയിൽ കെട്ടും. ആ ഞാനിത് എവിടെ നിന്ന് കണ്ടുപിടിക്കും? കണ്ണിന്റെ ക്ലച്ച് ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണല്ലോ എന്റെ ദൈവേ. എടാ ഷിബു, എന്ത് പറ്റിയടാ? അല്ല, നീ ഇതെന്താ ഈ തരയണേ? ജോസേട്ടാ, നിന്റെ തോപ്രാങ്കുടി ജോസേട്ടാ,
ഇവിടെയാ പോയെ? ഒന്നും നോക്കണ്ട ജോസേട്ടാ. എവിടെ? ഇവിടെ ഇവിടെ അതല്ല ഇവിടെ ഇവിടെ. ഡാ ഷിബു, എത്ര രൂപയാ നിന്റെ പോയത്? രൂപേ ഈ കുപ്പിയുടെ അടപ്പാ പോയെന്റെ ജോസേട്ടാ. അടപ്പില്ലാണ്ട് ഞാൻ ഈ കുപ്പി ഇങ്ങനെ 4 കാലിൽ കൊണ്ടുപോയ വീടെത്തുമ്പോഴേക്ക് ഒരു തുള്ളി ബാക്കി ഉണ്ടാവില്ല, അറിയോ? എന്റെ ഷിബു, നിനക്ക് ഈ വൈറ്റി കൊള്ളണത് കുടിച്ചാ പോരെ? ദാ ഷിബു, നിന്റെ ഈ പ്രായത്തില് ഈ ജോസേട്ടൻ 10 കുപ്പി ചാരായം ഒരുമിച്ച് കുടിച്ചാലും സ്റ്റഡി വടിയായി നടക്കും. ദാ ഇതിങ്ങനെ ഒറ്റയാൻ മുമ്പിൽ വന്നാൽ പോലും ഈ ജോസ് കുലുങ്ങത്തിലടാ. അപ്പൊ ജോസേട്ടാ, ഒരു പുലി വന്നാലോ? പുലിയോട് പോയി വെള്ളിയാഴ്ച വരാൻ പറയും. ജോസേട്ടാ, എന്താടാ? ദേ, പൂ, ഊ, 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 പൂ, ഊ, ഊ. ഡാ, നീ എന്താ തെറി പറയാ? കാര്യം പറയടാ. ജോസേട്ടാ, പുറകിൽ പുലി ഓടിക്കോ! എന്റെ അമ്മേ! ഇത്തവണ പുലി കൊണ്ടുപോയത് 2 ജീവനാ. എന്റെ ദൈവമേ, ഇനി അടുത്തത് ആരാണാവോ? അല്ല, ജോസ് ശരിക്കും പുലിനെ കണ്ടോ? പുലിയെ കണ്ടോന്നാ? പുലിയെ കണ്ട് പേടിച്ചല്ല ഈ പനി പിടിച്ചത്. കണ്ടാ, പനിയുണ്ട് പനിയുണ്ട്, നല്ല പേടിപ്പനി. ജോസേ, എന്റെ അടുത്തെങ്ങാനുമാണ് ആ പുലിയെ കിട്ടിയതെങ്കിൽ ആ പുലി പിന്നെ കാട് കാണും. നിങ്ങൾ എല്ലാവരും എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ രാത്രിയിൽ ഇറങ്ങാം വേട്ടയ്ക്ക്. എടാ വറീതെ, ഈ പുലി ഇറങ്ങിയിരിക്കണ ഈ സമയത്ത് തന്നെ വെളുപ്പിന് ഇത്രയും ദൂരം നടന്ന് പള്ളി പോകേണ്ട വല്ല കാര്യമുണ്ടോ? വറീതിനെ പുണ്യാളം കാത്തോളും. വർഷങ്ങളായുള്ള ശീലാണ്. ഇതങ്ങനെ ജീവിതാവസാനം വരെ നീളും. ലാസറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. പറമ്പില് കുറച്ച് പണിയുണ്ട്. സത്യം, ഈ റേഡിയോ ഇടയ്ക്ക് വർക്ക് ചെയ്യണുള്ളെങ്കിലും ചിലത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. എടാ ഷിബു, നീ ഇതുവരെ പറ്റിയ കാശും പറ്റി എഴുതി തീർന്ന ബുക്കിന്റെ കാശും തന്നിട്ട് നിനക്ക് ഇവിടുന്ന് ചായ ഉള്ളൂ. അവന് ചായയിലും മധുരമില്ലാന്ന്. മധുരവും ചായപ്പൊടിയും പാലില്ലെങ്കിലും ധാരാളം വെള്ളമുണ്ടല്ലോ ലാസറേട്ടാ. ഇനി നീ മിണ്ടിയ നിന്റെ മുഖത്ത് ഞാൻ കാച്ചോളം ഒഴിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. ഇനിയുള്ള രാത്രിയിൽ പുലിയെ പിടിക്കും വരെ ഈ കേണൽ അംബുജാഷന് ഇനി ഉറക്കമില്ല. ഒരു യുദ്ധമായിരിക്കും, കേണലും പുലിയും തമ്മിലുള്ള യുദ്ധം. എന്റെ പശു, നീ ഇങ്ങനെ കിടന്ന് അലറണ്ട. അല്ല, ആ പെണ്ണിതെവിടെ പോയി കിടക്കുന്നു? കിടന്ന് കാറണ്ടാന്ന്. ഞാനിതാ വന്നു. എന്റെ അമ്മേ, പുലി! അയ്യോ, പുലി! എന്താ എന്താ അമ്മേ? എടാ പറയുന്നേ, തൊഴത്തിന്റെ പുറകില് പുലി! തോക്കം പിടിച്ചോണ്ട് നിക്കണം, നിപ്പ് വേണ്ട. ഇപ്പൊ പുലിയെ കൊല്ലുന്ന പാവം മൃഗയിലെ മമ്മൂട്ടിയല്ലേ. ആരും സംസാരിക്കരുത്. എന്റെ അമ്മേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഷിബു. പേടിച്ചു പോയാ? അപ്പൊ പുലിയെ കൊല്ലുന്നോ വലിച്ചു കീറുന്നോ വീരവാദം മുഴക്കിയത് ജോസേട്ടനല്ലേ? എന്നിട്ട് എന്തേ? ഷിബു, വേണ്ടരുത്. പുലി ഇവിടെ തന്നെ ഉണ്ട്. ഓരോ നീക്കങ്ങളും ഇനി ശ്രദ്ധിച്ചായിരിക്കണം.
ആശാനെ ഒന്നും മിണ്ടാതിരിക്കും. എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. പുലി എങ്ങാനും വന്നാൽ ഉന്നം നോക്കി കാഞ്ചി വലിക്കണം. ഏതേ പുലിയുടെ തലയ്ക്ക് തന്നെ കൊള്ളണം. ആശാനെ ആശാനെ വെടി വെടിവെക്ക്. കേണലിന്റെ കൈ വറക്കണു. ഇയാളെ കൊണ്ട് വെടിവെക്കാനൊന്നും പറ്റില്ല. ദൈവമേ, ഇന്ന് പുലിയുടെ അത്താഴം ഞങ്ങളാണല്ലോ. വെടിവെക്ക് കേണല്. ഓ ചേട്ടാ, ഓടിക്കോ. ഓ കേണല്, ആ തോക്ക് നിങ്ങൾ താ. ഞാൻ വെടിവെക്കാം. തോപ്രാങ്കുടി ജോസേട്ടൻ പുലിയെ കൊന്നേ. ജോസേട്ടൻ പുലിയെ കൊന്നേ. അധികം കൊട്ടിഘോഷിക്കണ്ട. വന്യജീവി സംരക്ഷണ ആക്ട് പ്രകാരം 5 വർഷം തടവും 50,000 രൂപ പിഴയും. പിന്നെ ജയിലിൽ പുലിമുരുകൻ കളിക്കേണ്ടി വരും. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവിടെ പുലിയല്ല പ്രശ്നം. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ഓരോന്നായി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ കുടിക്കാനൊരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ വരും. രവി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ നാം ഒറ്റക്കെട്ടായി നേരിടണം. മണ്ണുണ്ടായാലേ മനുഷ്യനുള്ളൂ. ഈ കാണുന്ന മലകളുടെയും കാടുകളുടെയും മരങ്ങളുടെയും വില എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യൻ മനസ്സിലാക്കും. എടീ അന്നേ, നിന്റെ ഒരുക്ക ഇതുവരെ കഴിഞ്ഞില്ലേ? എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നേ? കുരിശിന്റെ വഴിക്ക് പോകുമ്പോ കുറച്ച് നേരത്തെ പോണം. എന്നാലേ ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പറ്റൂ. എത്ര നേരം ഇവിടെ മാനം നോക്കി ഇരിക്കാൻ പറ്റും? എനിക്ക് മനുഷ്യരൊക്കെ ഒന്ന് കാണണ്ടേ? എടി അന്നേ, എടി അന്നേ. എന്തിനാ അമ്മച്ചി ഇങ്ങനെ വിളിച്ചു പോവുന്നേ? അവളിപ്പോ വരും. അമ്മച്ചിക്ക് നടക്കാൻ മേലങ്ങി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരെ? ആരക്കാടാ മേലാത്തെ? എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, നീ എന്താ ഇന്ന് വൈകിയത്? ഇന്നലെ രാത്രി പറമ്പില് പന്നി ഇറങ്ങി. നട്ടതും മുളച്ചതും എല്ലാം നശിച്ചു. മണ്ണിനോടും വന്യജീവികളോടും കാലാവസ്ഥയോടും മല്ലിട്ടിട്ടാണല്ലോ കർഷകൻ ജീവിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കർഷകന് കിട്ടുന്നതോ? നീ ഒന്നാ കൃഷി ഓഫീസിൽ ഒരു പരാതി കൊടുക്ക. എന്തിന്? അവിടെ കേറിയിടങ്ങുന്ന സമയവും അവിടെ കൊടുക്കുന്ന കാശും പോക്കാം. അപ്പം വരുന്നില്ലേ? ഞങ്ങള് പോവാ. അപ്പം വന്നോളാം. ആ അന്നമോളെ, മോളുടെ അഡ്മിഷന് സമയമായല്ലേ? +2 കഴിഞ്ഞ് 1 വർഷം വീട്ടുജോലിയും ചെയ്ത് അപ്പനെയും സഹായിച്ച് കഷ്ടപ്പെട്ടു. ആ പോട്ടെ, ഈ വർഷം എവിടെന്നെങ്കിലും കടവും വിലയും വാങ്ങി എന്റെ മോളെ ഞാൻ പഠിപ്പിക്കും. അപ്പാ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കൂടുതൽ പഠിച്ചാലേ ചിലപ്പോ ദൂരേക്ക് പോകേണ്ടി വരും. ഇതാകുമ്പോ എനിക്ക് എന്റെ അപ്പനെയും ഏലിയക്കുട്ടിയെയും കണ്ട് സന്തോഷത്തോടെ ഇരിക്കാലോ. അല്ലേലും നമ്മുടെ മിന്നു ചേച്ചീനെ പോലെ കുത്തിയിരുന്ന് പഠിച്ച് അവാർഡൊന്നും മേടിക്കാൻ എനിക്ക് പറ്റൂ. ഈ പെണ്ണ ഒന്ന് വേഗം നടക്ക്. ആ ത്രേസ്യാമയും താണ്ടമ്മയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാവും. പേര് കുരിശിന്റെ വഴി, പോകുന്നതാ പരദൂഷണം കേൾക്കാൻ അല്ലേ? എടിയേ, കുരിശെടുത്തോടി. ഉവ്വാ, എന്റെ കൂടെ ഉണ്ടല്ലോ ഒരു വലിയ കുരിശ്. ഒരു വീക്കാണെന്ന് തരും കേട്ടോ. കുട്ടിയല്ലേ? നടക്കുമ്പോ ഓരോ ദിവസം വരും തോറും ജീവിക്കാൻ പേടിയായിട്ട് വരാണ്. ജീവിതത്തിലെ വഴികള് ഓരോന്നായി അടയുന്ന പോലെ. ഉള്ള ഭൂമി പണയം വെച്ച് കുറച്ച് പൈസ കിട്ടിയെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായേനെ.
പക്ഷേ പട്ടയം വേണ്ടേ? എത്രയെന്ന് വെച്ചാ ഓരോ ആപ്പീസുകൾ കയറി ഇറങ്ങുന്നേ. 6 അടി മണ്ണ് പോലും സ്വന്തമായി ഇല്ലല്ലോ. വറീദേ, ചാണ്ടിയച്ചനോ? അതേടാ, എന്താ നീ ഈ ചാണ്ടിച്ചനെ മറന്നോ? നീ ഈ ചാണ്ടിനെ മറന്നാലും ഈ ചാണ്ടിക്ക് നിന്നെ മറക്കാനാവില്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞു തീരട്ടെ പറയതേ. നീ വാങ്ങിച്ച 50,000 പലിശയുടെ പലിശയും ചേർത്ത് രൂപ എത്രയായെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? എന്നാ എനിക്കുണ്ട്. 1,20,252. എനിക്ക് കുറച്ച് അവധി കൂടി തരണം. നാണം കെടുത്തരുത്. എടാ, നിനക്ക് നാണോ മാനോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാണ്ടിയുടെ പലിശ മുടക്കോ. അടുത്ത തിങ്കളാഴ്ച, അതായത് 16-ാം തീയതി ഞാൻ ഇങ്ങോട്ട് വരും. ഏത്? ഞാൻ ഇങ്ങോട്ട് വരും. ഞാൻ വരുമ്പോ പണം മുഴുവനായിട്ടില്ലെങ്കിൽ ദാ നിൽക്കണം നിന്റെ പശുവിനെ മുതൽ നിന്റെ അമ്മച്ചി കിടന്നുറങ്ങുന്ന പ്ലാവിന്റെ കട്ടില് വരെ ചട്ടിയും പാത്രവും എല്ലാം ഞാൻ തൂത്ത് പെറുക്കി കൊണ്ടുപോകും. പറയണത് ആരാന്നറിയാലോ? ചാണ്ടി, പലിശ ചാണ്ടി. അപ്പൊ മറക്കണ്ട, 16-ാം തീയതി. ദൈവമേ, എന്തൊരു പരീക്ഷണായത്. അമ്മണിയെ, നിന്നെയും എനിക്ക് കുറച്ച് കഴിയുമ്പോ കൈവിട്ടു പോകും. ജീവിതം മുഴുവൻ എല്ലാം മുറിയെ പണിയെടുത്തിട്ടും ഒന്നും കരക്കെത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോ ഒരു വേദന. അമ്മണി, നിന്റെ കയറിന്റെ കുറച്ച് തുമ്പ് ഞാനൊന്ന് എടുക്കാട്ടോ. നടുകടലിൽ മുങ്ങി താഴുന്നവൻ ഒരു കച്ചിത്തുരുമ്പ്. ഒരുപക്ഷേ ഈ കുരുക്കിന് എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാനാകും. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. ദൈവമേ, കുരിശുമായി നീ മുന്നോട്ട് പോയപ്പോൾ നീ അനുഭവിച്ച മാനസികാവസ്ഥയുടെ ഒരംശം പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. ദൈവമേ, ഈ വറീദിന്റെ ജീവിതം ഞാൻ നിന്റെ കുരിശിലേക്ക് സമർപ്പിക്കുക. എനിക്ക് ജീവിക്കണം. എന്റെ അമ്മ, എന്റെ മക്കൾ, അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എന്താ പറയുതേട്ടാ, കയ്യിലൊരു കുരുക്ക്. കർഷക ആത്മഹത്യ പറയാനും എഴുതാനും കൊള്ളാം. ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അതൊരിക്കലും ഒരു പരിഹാരമല്ല. അതെ, അല്പം മുമ്പ് ഞാനത് തിരിച്ചറിഞ്ഞു. അല്ല, ദൈവം എനിക്ക് തിരിച്ചറിവ് നൽകി. ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കും. നിരാശയല്ല, പ്രത്യാശയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു അല്പസമയത്തേക്കെങ്കിലും ഞാനൊന്ന് പതറിപ്പോയി. വറുതേട്ടാ, എല്ലാം എറിഞ്ഞുടയ്ക്കാൻ എളുപ്പാ. പക്ഷേ പുതിയത് ഉണ്ടാക്കിയെടുക്കാനാ ബുദ്ധിമുട്ട്. ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഇപ്പോ വന്നത്. ഒരല്പനേരത്തെ ബുദ്ധിമോശത്തിന് ജീവൻ ഒടുക്കിയെങ്കിൽ വറുതേട്ടൻ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം അനുഭവിക്കാതെ പോയേനെ. രവി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം. വറുതേട്ടനടക്കം 30 കുടിയേറ്റക്കാർക്ക് അടുത്ത ദിവസം മുഖ്യമന്ത്രി നേരിട്ട് പട്ടയം നൽകുന്നു. എന്റെ ഈശോയെ, നീ എന്റെ പ്രാർത്ഥന കേട്ടുവല്ലേ? ദേ വറുതേട്ടാ, ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
ഇതൊരു ഭാഗ്യല്ലേ, നമ്മളെ വരിതേന്റെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് സന്തോഷത്തിന്റെ ഒരു വരിതേട്ടൻ അറിഞ്ഞോ? അപ്പച്ച 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 നമ്മുടെ മിന്നിന് സിവിൽ സർവീസ് കിട്ടി. വരിതേട്ടാ, മിന്നു ഇപ്പോ പള്ളിമേളയിലേക്ക് ഫോൺ ചെയ്തിരുന്നു. വരിതേട്ടന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു. എന്റെ ഈശോയെ, മിന്നുമോളെ പോലൊരു കുട്ടി നമ്മുടെ നാടിന്റെ ഭാഗ്യ. ഈ സന്തോഷത്തിന് ശിവു കുടിക്കില്ല. ആ ശിവു, അത് കലക്കി. വറ്റി വരണ്ട് കിടക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു വേനൽ മഴ പെയ്ത പോലെയുണ്ട്. വറീദേട്ടന്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, ഉണങ്ങി വരണ്ട് കിടക്കുന്ന നമ്മുടെ ഹൈ റേഞ്ചും ഒരു മഴ കൊതിക്കുന്നുണ്ട്. കരിഞ്ഞുണങ്ങി തുടങ്ങുന്ന പുൽനാമ്പുകളും കുന്നും മലയും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ഒരു മഴയാഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മാലിന്യങ്ങളും കഴുകി വെളുപ്പിക്കാൻ, ഒരു പുത്തൻ പുൽനാമ്പ് പൊടിയാൻ ഒരു മഴ പെയ്തെങ്കിൽ